ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പ്രോഗ്രാമിംഗ് പാരഡൈം സബ്ജക്റ്റിൽ മൊഡ്യൂൾ 6 വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണ് ലേറ്റ് ബൈൻഡിങ് ഓഫ് മെഷീൻ കോഡ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ലേറ്റ് ബൈൻഡിങ്. The compiler produces a target program typically in machine language which can be subsequently be executed many times for many different inputs. അതായത് ഇപ്പോൾ കമ്പൈലേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വൺ ടൈം ആക്ടിവിറ്റി ആണ്. ഓക്കെ, പക്ഷേ പ്രോഗ്രാം എക്സിക്യൂഷൻ എങ്ങനെയാണ്? അതായത് ഡിഫറെൻറ്റ് ഇൻപുട്സ് യൂസ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ കമ്പൈലേഷൻ ഈസ് വൺ ടൈം ആക്ടിവിറ്റി ഡിഫറെൻറ്റ് ഫ്രം പ്രോഗ്രാം എക്സിക്യൂഷൻ. ഇനി in some environments, compilation and execution closer together in time. ഇനി എന്താണ് ലേറ്റ് ബൈൻഡിങ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതായത് പ്രോഗ്രാം മെഷീൻ കോഡായിട്ട് ബൈൻഡ് ചെയ്യണം. ഓക്കെ, പ്രോഗ്രാം മെഷീൻ കോഡുമായിട്ട് എന്ത് ചെയ്യണം? ബൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൈൻഡിങ്ങിൽ വരുന്ന ഒരു ഡിലേ, അതിനെയാണ് ലേറ്റ് ബൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, മെനി സിസ്റ്റം ഡിലേ ദി ബൈൻഡിങ് ഓഫ് എ പ്രോഗ്രാം ടു ഇറ്റ്സ് മെഷീൻ കോഡ്. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന കുറച്ച് സിറ്റുവേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇൻ ടൈം, അതായത് JIT, കമ്പൈലേഷൻ ആൻഡ് ഡൈനാമിക് ബൈൻഡിങ്, ബൈനറി ട്രാൻസ്ലേഷൻ, ബൈനറി റീറൈറ്റിംഗ്, മൊബൈൽ കോഡ്സ്, സാൻഡ് ബോക്സിംഗ്. Okay, why late binding of machine code? All these systems serve to delay the binding of end program to its machine code. നമുക്ക് നോക്കാം. അതായത് കുറച്ച് സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ ബിഗിൻ ചെയ്തതിന് ശേഷമാണ് കമ്പൈലേഷൻ നടക്കുന്നത്. അതായത് പ്രോഗ്രാമിൻ്റെ ഒരു ന്യൂ പീസ് ഓഫ് ആൻ പ്രോഗ്രാം ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾഡ് പീസസ് എന്ത് ചെയ്യാണ്? റീകമ്പൈൽ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ കമ്പൈലേഷൻ പ്രോഗ്രാം എക്സിക്യൂഷൻ ബിഗിൻ ചെയ്തതിന് ശേഷം നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഡിലേ വന്നു അല്ലേ? അതായത് പ്രോഗ്രാമും അതുപോലെ തന്നെ ആ മെഷീൻ കോഡും തമ്മിലുള്ള ആ ബൈൻഡിങ്ങിൽ ഡിലേ വന്നു. ഓക്കെ, ഇനി വരുന്നൊരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ റിമോട്ട് ലൊക്കേഷനിൽ നിന്ന് പ്രോഗ്രാമിനെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷമാണ് കമ്പൈലേഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെയും എന്ത് സംഭവിക്കും? ഡിലേ വരും. ഓക്കെ, ആ ബൈൻഡിങ്ങിൽ ഡിലേ വരും. ഇനി ബൈനറി ട്രാൻസ്ലേഷൻ ആൻഡ് ബൈനറി റീറൈറ്റിംഗ് സിസ്റ്റം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഴ്സ് കോഡിനെ അസസ് ചെയ്യാതെ തന്നെ ശരിക്കും ഒരു കമ്പൈലർ ലൈക്ക് ഓപ്പറേഷൻ പ്രോഗ്രാമിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, which perform compiler-like operations on program without access to source code. ഇനി ജാവ പ്രോഗ്രാമിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ജസ്റ്റ് ഇൻ ടൈം, അതായത് JIT കമ്പൈലേഷൻ ആണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും സോഴ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫോമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുന്നു? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിഫോർ ഈച്ച് സെപ്പറേറ്റ് റൺ ഓഫ് ദി പ്രോഗ്രാം. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞ ഈ കേസുകളിലെല്ലാം തന്നെ, ഈ സിസ്റ്റത്തിലെല്ലാം തന്നെ എന്ത് വരുന്നുണ്ട്? ശരിക്കും ആ ഒരു ബൈൻഡിങ് ഡിലേ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ജാവ പ്രോഗ്രാംസ് ജസ്റ്റ് ഇൻ ടൈം കമ്പൈലേഷൻ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ജാവ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സൺ മൈക്രോ സിസ്റ്റം ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് വന്നിരിക്കുന്നത്. റൈറ്റ് വൺസ് റൺ എനിവർ, അതായത് വൈഡ് റേഞ്ച് ഓഫ് പ്ലാറ്റ്ഫോംസിൽ ജാവ പ്രോഗ്രാംസ് എന്ത് ചെയ്യാൻ പറ്റും? റൺ ചെയ്യാൻ പറ്റും ഈ ഒരു ജാവ ബൈറ്റ് കോഡ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അഡീഷണൽ പ്രീ പ്രോസസ്സിങ്ങിൻ്റെ ഒന്നും തന്നെ ആവശ്യം വരുന്നില്ല, അല്ലാതെ തന്നെ ബൈറ്റ് കോഡ് ക്യാൻ ബി ഇന്റർപ്രിറ്റഡ്. ഓക്കെ, ഇനി ജസ്റ്റ് ഇൻ ടൈം കമ്പൈലേഷൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതായത് എക്സിക്യൂഷൻ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ മാത്രമല്ല, റിറ്റെയിൻ ദി പോർട്ടബിലിറ്റി ഓഫ് ബൈറ്റ് കോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ജസ്റ്റ് ഇൻ ടൈം കമ്പൈലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ സോഴ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫോമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് എന്ത് ചെയ്യുന്നു? അതായത് സെപ്പറേറ്റ് റൺ ഓഫ് ദി പ്രോഗ്രാം. ഇപ്പോൾ സെപ്പറേറ്റ് റൺ ഓഫ് ദി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എന്താ? അതായത് ഓരോ പ്രാവശ്യം ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പ്രോഗ്രാം എക്സിക്യൂഷൻ എന്ന് പറയുന്നത് മെനി ടൈംസ് പറ്റും അല്ലേ? എക്സിക്യൂഷൻ പറ്റും. അപ്പോൾ അതിനൊക്കെ മുൻപായിട്ട് തന്നെ കമ്പൈലേഷൻ, ഓക്കെ, ആ ഒരു ട്രാൻസ്ലേഷൻ സോഴ്സ് പ്രോഗ്രാമിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിലേക്കുള്ള ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്? പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ. അപ്പോൾ ഈ ഒരു ജിറ്റ് കമ്പൈലർ അല്ലെങ്കിൽ ഈ ഒരു കമ്പൈലേഷൻ എന്ന് പറയുന്നത് എസെൻഷ്യൽ പാർട്ട് ഓഫ് ജാവ റൺ ടൈം എൻവയോൺമെന്റ്. അപ്പോൾ ഇതിൽ കാണാം, അതായത് ഫസ്റ്റ് യൂസ് അതുപോലെ സക്സസീവ് യൂസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് യൂസിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ജിറ്റ് കമ്പൈലർ യൂസ് ചെയ്തിട്ട് ജാവ ബൈറ്റ് കോഡിനെ ശരിക്കും നാറ്റീവ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്നത് കമ്പൈൽ നേറ്റീവ് ആപ്ലിക്കേഷൻ. ഓക്കെ, നേറ്റീവ് ആപ്ലിക്കേഷൻ ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? അതായത് ലോക്കൽ മെഷീനിൽ റൺ ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി വരുന്ന ഒരു കേസ് എന്ന് വെച്ചാൽ സക്സസീവ് യൂസ്. ഈ ഒരു സക്സസീവ് യൂസിൽ ശരിക്കും ജിറ്റ് കമ്പൈലറിന്റെ ആവശ്യം വരുന്നില്ല. അതായത് കമ്പൈലർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആ ഒരു കൺവേർട്ട് ചെയ്യാനാണ് അല്ലേ? ബൈറ്റ് കോഡിനെ നേറ്റീവ് കോഡായിട്ട്
മാറ്റണം. ഓക്കെ, നേറ്റീവ് അപ്ലിക്കേഷൻസ് ആയിട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കമ്പൈലറിന്റെ ആവശ്യം വരുന്നില്ല എന്ന് പറയുമ്പോൾ ഓൾറെഡി അങ്ങനെയാണ്. ഓക്കെ, കൺവേർട്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നേറ്റീവ് ആപ്ലിക്കേഷൻ ലോക്കൽ മെഷീനിൽ എന്ത് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. ഓക്കെ, ഇനി വിത്തൗട്ട് ജിറ്റ് കമ്പൈലർ JVM ഇന്റർപ്രിറ്റർ എന്താ ചെയ്യുന്നത്, ജാവ ബൈറ്റ് കോഡിനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. എന്നിട്ട് നേറ്റീവ് ആപ്ലിക്കേഷൻ ലോക്കൽ മെഷീനിൽ എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ജിറ്റ് കമ്പൈലർ എന്ന് പറയുന്നത് ജാവ റൺ ടൈം എൻവയോൺമെന്റ് എസെൻഷ്യൽ പാർട്ട് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇറ്റ്സ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി JRE. ഇനി ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ. ഇന്റർപ്രിറ്റർ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ജിറ്റ് കമ്പൈലർ യൂസ് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് യൂസ് ടു ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് ഇന്റർപ്രിറ്റർ. അപ്പോൾ ജിറ്റ് കമ്പൈലർ എന്താ ചെയ്യുന്നത്, എൻ്റയർ ബൈറ്റ് കോഡിനെ ശരിക്കും നേറ്റീവ് കോഡിലേക്ക് ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, ചേഞ്ചസ് ഇറ്റ് ടു നേറ്റീവ് കോഡ്. അപ്പോൾ whenever interpreter see repeated method calls, അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു റീ ഇന്റർപ്രിറ്റേഷന്റെ ആവശ്യം വരുന്നില്ല. കാരണം എന്തുകൊണ്ടാ, അതായത് ആ ഒരു പെർട്ടിക്കുലർ പാർട്ടിന് വേണ്ട നേറ്റീവ് കോഡ്സിനെ ഡയറക്റ്റ് ആയിട്ട് ജിറ്റ് കമ്പൈലർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതോടുകൂടെ എഫിഷ്യൻസിയും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദസ് എഫിഷ്യൻസി ഈസ് ഇംപ്രൂവ്. ഇനി ഈ ഒരു ജിറ്റ് സിസ്റ്റത്തിൽ ശരിക്കും പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് കമ്പൈലേഷൻ നടക്കുന്നത്, അല്ലെ? കമ്പൈൽസ് പ്രോഗ്രാം ഇമ്മീഡിയറ്റ്ലി പ്രയർ ടു എക്സിക്യൂഷൻ. അപ്പൊ എന്താ സംഭവിക്കുക, അതായത് പ്രോഗ്രാം സ്റ്റാർട്ടപ്പ് ടൈം എന്ന് പറയുന്നത് ശരിക്കും ഡിലേ വരികയാണ്, അല്ലെ? സോ ഈ ഒരു ജിറ്റ് കമ്പൈലേഷൻ അല്ലെങ്കിൽ കമ്പൈലർ കോസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും സോഴ്സ് ടു ബൈറ്റ് കോഡ് കമ്പൈലറിനേക്കാളും കുറവാണ്, അതായത് ജാവ ബൈറ്റ് കോഡ് കമ്പൈലർ. ഓക്കെ, അപ്പൊ അതിനേക്കാളും കോസ്റ്റ് എന്ന് പറയുന്നത് ലോ ആണ് ഈ ഒരു ജിറ്റ് കമ്പൈലറിന് വരുന്നത്. ഇനി ജിറ്റ് കമ്പൈലേഷൻ ഓൾസോ ബെനിഫിറ്റ് ഫ്രം ദി ഡിലേഡ് ഡിസ്കവറി ഓഫ് പ്രോഗ്രാം കമ്പോണൻസ് ലൈക്ക് ലൈബ്രറി. അതായത് ഈ ഒരു ജിറ്റ് കമ്പൈലേഷൻ അല്ലെങ്കിൽ ആ ഒരു ജിറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരുത്തുന്നുണ്ട്, അതായത് പ്രോഗ്രാം മെഷീൻ കോഡും തമ്മിലുള്ള ആ ഒരു ബൈൻഡിങ് ഡിലേ വരുന്നുണ്ട്, അല്ലെ? ലേറ്റ് ബൈൻഡിങ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം കമ്പോണൻസ് അതായത് ലൈബ്രറീസ് ഒക്കെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ആ ഒരു ടൈം കൂടെ കിട്ടുന്നുണ്ടെന്ന്. കാരണം ഓൾറെഡി എന്താ ബൈൻഡിങ് ഡിലേ വരുന്നുണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ലൈബ്രറീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. ഓക്കെ, ജിറ്റ് കമ്പൈലേഷൻ ഈസ് ഓൾസോ ബെനിഫിറ്റ് ഫ്രം ദി ഡിലേഡ് ഡിസ്കവറി ഓഫ് പ്രോഗ്രാം കമ്പോണൻസ് ലൈക്ക് ലൈബ്രറീസ്. ഓക്കെ, ഇനി വരുന്നത് ഡൈനാമിക് കമ്പൈലേഷൻ ആണ്. ചില കേസസിൽ ജിറ്റ് കമ്പൈലേഷനിൽ ഡിലേ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് പറയാൻ പോകുന്നത്. സോഴ്സ് ഓർ ബൈറ്റ് കോഡ് വാസ് നോട്ട് ക്രിയേറ്റഡ് ഓർ ഡിസ്കവേർഡ് അണ്ടിൽ റൺ ടൈം. അതാണ് ഫസ്റ്റ് കേസ്. പിന്നെ വരുന്നത് ഈ ഒരു ജിറ്റ് കമ്പൈലർ എന്ന് പറയുന്നത് അതായത് എക്സിക്യൂഷൻ ടൈമിൽ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ ഒപ്റ്റിമൈസേഷൻ കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അതായത് ഡിലേ വരികയാണ്. ഓക്കെ, ഈ രണ്ട് കേസുകളിലും അവിടെ ഒരു ഡിലേ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഡൈനാമിക് കമ്പൈലേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോമൺ ലിസ്റ്റ് സിസ്റ്റത്തിലൊക്കെ ഡൈനാമിക് കമ്പൈലേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. കോമൺ ലിസ്റ്റ് the language is typically compiled, but a program can extend itself at runtime. Okay, a dynamic compiler can identify hot paths. എന്താണ് hot path എന്ന് പറഞ്ഞാൽ? Hot path is a sequence of instruction executed very frequently. Okay, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് code path എന്നും പറയാം. Okay, a dynamic compiler can identify hot path through the code. Okay, അപ്പോൾ എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ശരിക്കും അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, which it then optimize in the background. ഇനി by rearranging the code to make the hot paths contiguous in memory, എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ഇൻസ്ട്രക്ഷൻ കേഷയുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാണ്. ഓക്കെ, can improve the performance of the instruction cache. ഇനി ഒരു എക്സാമ്പിൾ പറയാണ് ഹോട്ട്സ്പോട്ട് ജാവ കമ്പൈലർ. Hotspot take its name from its use of dynamic compilation to improve the performance of hot code path. അതായത് ഇവിടെയും എങ്ങനെയാണ് ചെയ്യുന്നത്, ഈ ഒരു hot path optimization perform ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. Okay, the hotspot compiler can be configured to operate in either, അതായത് രണ്ട് മോഡ്സ് ആണ് വരുന്നത്, ക്ലയന്റ് മോഡ് ഉണ്ട് അതുപോലെ തന്നെ സെർവർ മോഡ് ഉണ്ട്. Client mode is optimized for lower startup latency. Server mode is optimized to generate faster code. ഇനി ഹോട്ട്സ്പോട്ടിലെ പോലെ തന്നെ മൈക്രോസോഫ്റ്റ് CAL2 മെഷീൻ കോഡ് കമ്പൈലർ ഇവിടെയും ഹോട്ട് പാത്തിനെ ഡൈനാമിക്കലി ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദിസ് കമ്പൈലർ പെർഫോം ഡൈനാമിക് ഒപ്റ്റിമൈസേഷൻ ഓഫ് ഹോട്ട് കോഡ് പാത്ത്.
ഇനി വരുന്ന കോമൺ ലാംഗ്വേജ് റൺ ടൈം, അതായത് വിർച്വൽ മെഷീൻ ആണ് ഫോർ .NET ഫ്രെയിംവർക്ക്. ഇവിടെ എന്ന് പറഞ്ഞാൽ .NET പ്രോഗ്രാം എക്സിക്യൂഷൻ മാനേജ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി എ പ്രോഗ്രാം റണ്ണിംഗ് ഓൺ ദി CLR, അതായത് കോമൺ ലാംഗ്വേജ് റൺ ടൈം ക്യാൻ ഡയറക്ട്ലി ഇൻവോക്ക് ദി കമ്പൈലർ ടു ട്രാൻസ്ലേറ്റ്, അതായത് അസംബ്ലീസിലേക്ക് എന്ത് ചെയ്യാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. എന്നിട്ട് എന്താ ചെയ്യുക, അതായത് റണ്ണിംഗ് പ്രോഗ്രാമിലേക്ക് ലോഡ് ചെയ്യുന്നു. ഇനി ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പ്രോഗ്രാമിനെ CLR JIT കമ്പൈലർ എന്ന് പറയുന്നത് മെഷീൻ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ബൈനറി ട്രാൻസ്ലേഷൻ ആണ്. അതായത് ഈ ഒരു ലേറ്റ് ബൈൻഡിങ് വരുന്ന സിറ്റുവേഷൻസ് അല്ലേ, അതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബൈനറി ട്രാൻസ്ലേഷൻ ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, അതായത് ഒബ്ജക്റ്റ് കോഡിനെ വീണ്ടും റീകമ്പൈൽ ചെയ്യാണ്. ദി പ്രോസസ് ഓഫ് റീകമ്പൈലേഷൻ ഓഫ് ഒബ്ജക്റ്റ് കോഡ് ഈസ് നോൺ ആസ് ബൈനറി ട്രാൻസ്ലേഷൻ. അപ്പോൾ ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ യൂസ് ചെയ്തിട്ട് ഓൾറെഡി കമ്പൈൽഡ് പ്രോഗ്രാംസിനെ മെഷീനിൽ റൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, allows already compiled program to be run on a machine with a different instruction set architecture. അവിടെ വരുന്നൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ, അതായത് ഒറിജിനൽ സോഴ്സിൽ നിന്ന് ഒബ്ജക്റ്റ് കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇൻഫോർമേഷൻ ലോസ് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണ് ആപ്പിൾസ് റൊസേറ്റ സിസ്റ്റം. ഇവിടെ എന്ന് പറഞ്ഞാൽ അതായത് ഓൾഡ് മാക് സിസ്റ്റത്തിൽ കമ്പൈൽ ചെയ്തുള്ള പ്രോഗ്രാംസിനെ ന്യൂ മാക് സിസ്റ്റത്തിൽ റൺ ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റം അലോ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബൈനറി റീറൈറ്റിംഗ്, അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എക്സിക്യൂട്ടബിൾ കോഡിനെ വീണ്ടും മോഡിഫൈ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബൈനറി റീറൈറ്റിംഗ് യൂസ്ഡ് ബൈ പ്രൊഫൈലിംഗ്, അതായത് കൗണ്ട് ദി നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് ഈച്ച് സബ് റൂട്ടീൻ ഈസ് കോൾഡ് ഓർ ദി നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് ഈച്ച് ലൂപ്പ് ഐറ്ററേറ്റ്സ്. പിന്നെ വരുന്നത് സിമുലേറ്റ്സ് ന്യൂ ആർക്കിടെക്ചർ, ഇവാലുവേറ്റ് ദി കവറേജ് ഓഫ് ടെസ്റ്റ് സ്യൂട്ട്സ്, ഇംപ്ലിമെന്റ് മോഡൽ ചെക്കിംഗ്. അതുപോലെ തന്നെ കമ്പൈലർ ഒപ്റ്റിമൈസേഷൻ, ക്വാളിറ്റി ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രോഗ്രാമിലേക്ക് ഡൈനാമിക് സെമാൻറ്റിക് ചെക്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻസേർട്ട് ഡൈനാമിക് സെമാൻറ്റിക് ചെക്സ് ഇൻ ടു പ്രോഗ്രാം. ദെൻ സാൻഡ്ബോക്സ് അൺട്രസ്റ്റഡ് കോഡ്, പെർമിറ്റ് ആൻഡ് സേഫ് എക്സിക്യൂഷൻ ഇൻ സെയിം അഡ്രസ് സ്പേസ് ആസ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി വരുന്നത് മൊബൈൽ കോഡാണ്. അതായത് പ്രിൻസിപ്പൽ മോട്ടിവേഷൻ ഫോർ ലേറ്റ് ബൈൻഡിംഗ് എന്ന് പറയുന്നത് പോർട്ടബിലിറ്റി ആണ്. കോഡ് കമ്പൈൽഡ് ഫോർ വൺ മെഷീൻ ആർക്കിടെക്ചർ ഓർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ആ ഒരു കോഡ് എന്ന് പറയുന്നത് വേറൊരു മെഷീൻ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോ റൺ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഡ്യൂ ടു ഡിപ്പെൻഡൻസി. ദെൻ മൊബൈൽ കോഡ് ക്യാരീസ് ആൻഡ് വെറൈറ്റി ഓഫ് റിസ്ക്, അതായത് ഇറ്റ് മേ ആക്സസ് ആൻഡ് റിവീൽ കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് പ്രോഗ്രാംസ്, ഡാറ്റ, അതുപോലെ സേവ് കോപ്പീസ് ഒക്കെ ഡാമേജ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇറ്റ് മേ ഡാമേജ് എക്സിസ്റ്റിംഗ് പ്രോഗ്രാംസ് ഓർ ഡാറ്റ ഓർ സേവ് കോപ്പീസ് ഓഫ് ഇറ്റ്സെൽഫ് ദാറ്റ് റൺ വിത്തൗട്ട് ദി യൂസേഴ്സ് ഇൻറ്റന്റ്. ഓക്കെ, ഇനി വരുന്നത് സാൻഡ് ബോക്സ് ആണ്. ഈ ഒരു സാൻഡ് ബോക്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബൗണ്ടറി ആണ്. ഓക്കെ, ആ ഒരു ബൗണ്ടറിയിൽ നിന്നുകൊണ്ടാണ് കോഡ് എക്സിക്യൂഷൻ നടക്കുന്നത്. ഓക്കെ, സാൻഡ് ബോക്സ് മെക്കാനിസം ലൈ അറ്റ് ദി ബൗണ്ടറി ബിറ്റ്വീൻ ലാംഗ്വേജ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഫോർ കോഡ് ടു ബി മൊബൈൽ ഇറ്റ് മസ്റ്റ് ബി എക്സിക്യൂട്ടഡ് ഇൻ സം സോർട്ട് ഓഫ് സാൻഡ് ബോക്സ്. അപ്പോൾ ഈ ഒരു സാൻഡ് ബോക്സിൽ എന്താ ചെയ്യുന്നത്, അതായത് ചൈൽഡ് പ്രോസസ്സിനെ ശരിക്കും ഒരു സെക്യൂരിറ്റി ബൗണ്ടറി ആയിട്ട് യൂസ് ചെയ്യാണ്. ഓക്കെ, സാൻഡ്ബോക്സ് മേക്ക് യൂസ് ഓഫ് ചൈൽഡ് പ്രോസസ് ആസ് എൻ സെക്യൂരിറ്റി ബൗണ്ടറി. അപ്പോൾ ഈ ഒരു സാൻഡ്ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ് ദാറ്റ് ഐസൊലേറ്റ് ആപ്ലിക്കേഷൻ ഫ്രം ക്രിട്ടിക്കൽ സിസ്റ്റം റിസോഴ്സ് ആൻഡ് അതർ പ്രോഗ്രാംസ്. ഇനി വിത്തൗട്ട് സാൻഡ്ബോക്സ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ മേ ഹാവ് അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ടു ഓൾ സിസ്റ്റം റിസോഴ്സ് ആൻഡ് യൂസർ ഡാറ്റ ഓൺ ആൻ കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്, അതായത് വിത്തൗട്ട് സാൻഡ് ബോക്സും അതുപോലെ തന്നെ വിത്ത് സാൻഡ് ബോക്സ്. അപ്പോൾ വിത്തൗട്ട് സാൻഡ് ബോക്സ് ആണെങ്കിൽ എങ്ങനെയാണ്, അതായത് അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ആണ് അല്ലെ, ഓൾ യൂസർ ഡാറ്റ അതുപോലെ തന്നെ ഓൾ സിസ്റ്റം റിസോഴ്സിലേക്കൊക്കെ അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ആണ്. പക്ഷേ സാൻഡ് ബോക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും കണ്ടോ ഒരു ബൗണ്ടറി പോലെയാണ് അല്ലെ, ഐസൊലേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്ലിക്കേഷൻസിനെയൊക്കെ. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടോപ്പിക് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, സിമ്പിളായിട്ട് തന്നെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്, അത്ര ബുദ്ധിമുട്ടുള്ള ടോപ്പിക് അല്ല. ഓക്കെ, നന്നായിട്ട് പഠിക്കാം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.